ഹലോ ഗായ്സ്, എൻ്റെ ഒരു ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. 2 ദിവസം മുന്നേ നമ്മുടെ വീട്ടിൽ പാമ്പ് വന്നായിരുന്നു. അപ്പോൾ അവിടെ കട്ട കിടക്കുന്നത് കാണാമല്ലേ, അതിൻ്റെ മുകളിൽ ഞാനൊരു ടാർപ്പായ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഡ്രം അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡ്രം ഇങ്ങോട്ട് നീക്കി വെച്ചപ്പോൾ പായ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ പാമ്പുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാകുമ്പോൾ ഞാൻ തുണിയൊക്കെ അലക്കി വെള്ളമൊക്കെ പിടിക്കൽ കഴിഞ്ഞിട്ട് തുണി തോരയിടാൻ വേണ്ടി നോക്കുമ്പോഴായിരുന്നു അതിൻ്റെ അടിയിൽ പാമ്പും കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അലറി വിളിച്ച് പേടിച്ച് അമ്മയൊക്കെ ഓടി വന്നു. അപ്പം ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്ന ടാർപ്പായ കഴിച്ചു. കാരണം ഇനി അവിടെ തണൽ വേണ്ട വെച്ചിട്ട്. എന്നിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ടാർപ്പായ എടുത്ത് മാറ്റിയിട്ടു. എന്നിട്ട് വീടിൻ്റെ സൈഡിൽ തന്നെ അഴക്കി കെട്ടിയിട്ട് അവിടെയാണ് ഇപ്പോൾ തുണികളൊക്കെ ഇടുന്നത്. ഇനി ഇവിടെ സൗകര്യം പോലെ ഇവിടെ ക്ലീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് പേടിയാവും. ആ പാമ്പ് ആ സംഭവം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും കേട്ടോ. വൈകുന്നേരം ആറാകുമ്പോഴത്തേനും എനിക്ക് പേടിയാവും. അങ്ങനെ ക്ലാസ്സിലേക്ക് കുറച്ച് നേരം വൈകി എത്താനായിട്ട് ഞാൻ നീക്കാനും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഉറക്കം ശരിയാവണില്ല എന്നുള്ളത്. രാത്രി ആകുമ്പോഴൊക്കെ തലയ്ക്കാൻ പുറത്തെങ്ങാനും പാമ്പ് നിന്ന് കിടക്കണുണ്ടാവുമോ എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ 2 ഉഴുന്നുവടയും ഒരു പരിപ്പ് വടയും കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരേട്ടൻ വന്നു. ആൾ പൊയ്ക്കാലിന് പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോട്ട് പ്രൈമറാണ് അടിക്കുന്നത്, അതിൻ്റെ ശേഷം വേണം പെയിൻ്റ് അടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ് കേട്ടോ. ഫ്ലിപ്പിൻ്റെ ക്ലാസ് ഉണ്ട്, പക്ഷേ അത് ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കുട്ടികളോടൊക്കെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. വെട്ടുകത്തി കൊണ്ടിട്ട് ആളുടെ കാലിന്മ ചെറുതായിട്ട് മുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് മുറിയൊക്കെ കെട്ടി വെച്ചേക്കാണ്. കാല് മടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മാത്രം പോരല്ലോ, അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക കൂടി വേണ്ടേ. അപ്പോൾ കാലുമ്മ മുറിയുമ്പോൾ പറ്റില്ല. മുറി പറ്റിയത് ശനിയാഴ്ചയാണ്, പക്ഷെ അന്ന് നമ്മൾ ക്ലാസ് വെച്ചായിരുന്നു. കുട്ടികളൊക്കെ ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വിചാരിച്ചു വയ്യാണ്ടും കൂടി ആൾ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ വരാത്ത കാരണം കൊണ്ട് അന്ന് ക്ലാസ് ഉണ്ടായില്ല. ഞായറാഴ്ച ആകുമ്പോഴത്തേനും ആൾക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അന്നത്തെ ദിവസത്തെ ക്ലാസ് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് നേന്ത്രപ്പഴവും 2 കോഴിമുട്ടയായിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല. ഞാൻ ചില ദിവസങ്ങളിൽ അങ്ങനെ ചോറ് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ചോറ് കഴിച്ചാലാണ് ഫുഡ് കഴിച്ചു എന്നുള്ളൊരു സംഭവം വരുള്ളൂ കേട്ടോ. എപ്പോഴും ചോറ് കഴിക്കേണ്ട വെച്ചിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ചോറ് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ജോഡിയും കൂടി ഉള്ളൂ കേട്ടോ, 2 എണ്ണം കൂടി ഉള്ളൂ ഇനി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊയ്ക്കാലിൻ്റെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോസ്റ്റ്യൂമാണ് കേട്ടോ, കോട്ട്. നല്ല സോഫ്റ്റാണ് ഈ കോട്ട്, നല്ല രസമുണ്ട്, വെൽവെറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലേക്കുള്ള പാൻറ്റൊക്കെ ഇനി നമ്മൾ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 4 കോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, 4 ആൾക്കാർക്ക് ഇടാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ്ങിലൊന്നും 4 പേരുണ്ടാവില്ല. എന്നാലും നമ്മൾ കോസ്റ്റ്യൂം അങ്ങനെ കിട്ടിയപ്പോൾ മേടിച്ച് വെച്ചതാണ്. ആദ്യം 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ടൗൺ കഴിക്കുന്നത്. ശങ്കരേട്ടൻ്റെ ചേട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ലോ, അത് കാരണം ഞാൻ വിചാരിച്ചു നേരത്തെ വീട്ടിലേക്ക് പോവാമെന്ന്. പിന്നെ വൈകിട്ട് വരെ അവിടെ ഇരിക്കണ്ടല്ലോ, അപ്പോൾ നേരത്തെ പോവാം, കറി വയ്ക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു പരിചയമുള്ള ഒരു ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ്റെ അടുത്ത് ഞാനും കമ്പനിയാണ്. അപ്പോൾ ആൾ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആൾ ഊണയിച്ച് വന്നപ്പോൾ ഞാനും വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴി കുറച്ച് ചിക്കൻ മേടിച്ചായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി ചിക്കൻ കഴിച്ചിട്ട്. പിന്നെ വിലയായിരുന്നല്ലോ, ഇപ്പോൾ വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസൊക്കെ ആകുമ്പോഴത്തേനും വീണ്ടും വില കൂടും. അപ്പോൾ നമ്മൾ മേടിച്ചതാണ്. ഇനിയിപ്പോൾ ഇത് കറി വെക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആദ്യം ക്ലീൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് കറി വെക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനെങ്ങനെ കറി വെക്കുന്നതെന്നുള്ള മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ എങ്ങനെ കറി വെക്കണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഞാൻ ചിക്കൻ വറുത്തിട്ടാണ് കറി വയ്ക്കാറ്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടി വയ്ക്കുകയാണ്. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ്. അടുത്തത് മുളക് പൊടി, ഇത് കുഞ്ഞ ടീസ്പൂണായ കാരണം ഇങ്ങനെ ഇടേണ്ട വരണം കേട്ടോ. നമ്മൾ വറുക്കണതിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്.
മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങയാണ്, ഒരു ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മസാല പിടിക്കാൻ വേണ്ടി മസാല പുരട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ വറുത്തിട്ടാണ് കറി വയ്ക്കാൻ കേട്ടോ. ഞാനിതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് സെറ്റാവട്ടെ. ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. അതിന് ശേഷം നമുക്ക് വറുത്തിട്ട് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് അലക്കാനും പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മസാല പിടിക്കുന്ന നേരം കൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും. ഇരുട്ടാവണേറ്റ് മുന്നേ കറി വെച്ച് അകത്തേക്ക് കയറണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് പുറത്തുനിന്ന് പണികൾ ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നിന്ന് സെറ്റാവട്ടെ. ഞാൻ പോയിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യട്ടെ കേട്ടോ. നമ്മളിവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പണികൾ ചെയ്യണതിൻ്റെ ഇടയിൽ ചിക്കൻ വറുക്കാൻ വെച്ചു. അപ്പോൾ ഇത് വറുക്കലും കഴിയും പണികളും കഴിയും ഒരുവിധം വിചാരിച്ചിട്ടാണ് കേട്ടോ. സവോളയും നാരങ്ങയാണുള്ളത്, ചെറുനാരങ്ങയും, വേറെ ഒന്നുമില്ല. സവോള മാത്രം ഇട്ടിട്ട് സവോള ചെറുനാരങ്ങ പുളിക്കും അങ്ങനെയുണ്ട കറി വയ്ക്കുന്നത്. വേറെ പച്ചമുളക് വെളുത്തുള്ളി ഒന്നുമില്ല. വെളുത്തുള്ളിയൊക്കെ ഭയങ്കര വിലയാണ്. തക്കാളി ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ചെറുനാരങ്ങ, ഉള്ളിയും ചെറുനാരങ്ങയും മാത്രമേ ഉള്ളൂ. ശരിക്കും ചിക്കൻ കറിക്ക് ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ ഞാനുള്ള സംഭവം വെച്ചിട്ടാണ് കറി വയ്ക്കാറ്. ഇപ്പോൾ ഉള്ളത് സവോളയാണ്, പച്ചമുളകും വെളുത്തുള്ളിയും ഒന്നുമില്ല. ഞാൻ സവോള വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടി വറുക്കാനുണ്ട്. ഒരു ട്രിപ്പ് ഞാൻ വറുത്തിട്ടു. ഇതിപ്പോൾ വറുക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. മൂടി വെച്ച് വറുക്കുന്നത് നന്നായി വേവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പുറത്ത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടെന്നല്ല, നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുക്കലൊക്കെ ലാസ്റ്റായി കേട്ടോ. ഇനി കറി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. കുറേ നാൾ കൂടിയിട്ട് ചിക്കൻ ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല കൊതി വരാറുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വറുത്ത് വെച്ചിരുന്ന് ഞാൻ കുറേശ്ശെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കായിരുന്നു. നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വഴറ്റുന്നതും കറി വയ്ക്കുന്നതും. അപ്പം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വഴറ്റാം കേട്ടോ. അപ്പോൾ വേഗമാവും. ഞാൻ പറഞ്ഞിരുന്ന് നല്ല ഇരുട്ടായി. ചിക്കൻ വറുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പോൾ നല്ല ഇരുട്ടായി കേട്ടോ. 7:30 ആവാറായി സമയം. ചട്ടി വറുത്തിട്ട് ചട്ടിയുടെ സൈഡ് അവിടെയൊക്കെ കരിഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് മസാലയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ചാറ് വേണ്ടേ. അപ്പോൾ അത് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അത് കറിയാക്കിയെടുക്കാം. പിന്നെ ചിക്കൻ വറുത്തോണ്ടിരിക്കണം കേട്ടോ. കുറച്ച് ദിവസമൊക്കെ ഞാൻ വറുക്കണേന്ന് എടുത്ത് കഴിച്ചിട്ട് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിന് പറ്റിയ മൂടിയല്ല, അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. ഉണ്ടോ, ഒരു നാക്കിന് അങ്ങനെ വെച്ചാൽ ഇരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. മണ്ണിൻ്റെ ചട്ടി ഉണ്ടോ, ഇത് ഞാൻ തൃശ്ശൂർ പോയി വരുമ്പോൾ മേടിച്ചതാണ്. ഇത് അമ്മയുടെ അവിടെ, നമ്മുടെ അവിടെ അടുപ്പില്ലല്ലോ, അപ്പോൾ അമ്മയുടെ അവിടെ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് ചട്ടി മയക്കിയിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ പുരട്ടി വെക്കാൻ അവിടെ നിന്ന് മേടിച്ച് അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ പുരട്ടി വെച്ചതാണ്. ഇത്രയും വെളിച്ചെണ്ണ ബാക്കിയുള്ളതൊക്കെ വറ്റിപ്പോയി. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ, നന്നായി
സെറ്റായിട്ടുണ്ട്. നമ്മൾ ചട്ടി നന്നായി മയക്കിയിട്ടുണ്ട്. അരി കഴുകിയ വെള്ളം എടുത്തിട്ട് മയക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നാളെ അതിൽ ക്യാരറ്റ് ഉപ്പേരി വയ്ക്കണം. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, മയക്കി വെച്ചിട്ടുള്ളൂ. അത് എങ്ങനെയുണ്ടെന്ന് നോക്കണം. പിന്നെ നമ്മൾ കറിയിലേക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണികൾ കഴിയും. ഇതാകെ കോലം കെട്ട് വയ്യാണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി തുടങ്ങിയിട്ട്. അതൊന്ന് കഴിയണ്ടേ. അത് ചിക്കൻ്റെ പീസ് ചെറുതാക്കി നുറുക്കിയ കാരണം കൊണ്ട് കുറേ നേരം നിന്നിട്ട് വറുക്കേണ്ടി വന്നു. അതാണ്. വീടൊക്കെ ഒന്നുകൂടി സാധനങ്ങളൊക്കെ ഒതുക്കാറായിട്ടുണ്ട്. കുറേ അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരി കിടക്കുന്നുണ്ട്. ഒരു ദിവസം അതൊക്കെ ഒതുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ കരിഞ്ഞ് പൊകഞ്ഞ് ഒരുവിധമായിട്ടുണ്ട് തോന്നുന്നു. ഇല്ല, വഴന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ, വഴന്നിട്ടില്ല. ചുമ്മാ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ പാത്രം, വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആകെ കരിഞ്ഞതായിട്ടുണ്ടാവും, വാടി സെറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല ഇടാം. ഇതിൽ മുളകും പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലയുടെ പൊടി കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈ മസാലക്കൂട്ടിലുള്ളത്. മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മല്ലിപ്പൊടി ഞാനങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല. മീൻ കറിയിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും മുളകും പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കാറ്. മീൻ വിളിച്ച് പറഞ്ഞിട്ട് വരുന്ന സൗണ്ട് കേൾക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായി ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് ചിക്കനൊക്കെ ഇട്ട് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇതൊന്നും നീരൊന്നും വരുന്നില്ലല്ലോ. നീരില്ലാത്ത നാരങ്ങ ആയിരുന്നത്. എനിക്കാണെങ്കിൽ കറിയിൽ പുളി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലത്തെ കുരു മാത്രമേ വീഴുന്നുള്ളൂ. ഇന്ന് വെള്ളമൊന്നും വരുന്നില്ല. ഇതിൽ പിന്നെയുണ്ട്. മറ്റേത് വലിയ നാരങ്ങയായിരുന്നു, പക്ഷെ അതൊന്നും നീരൊന്നും വന്നില്ല. ഇത് ചെറിയ നാരങ്ങയാണ്, ഇതൊന്നും നീര് വന്നത് കേട്ടോ. ചിക്കൻ കുറച്ചുള്ള കാരണം നമ്മൾ 2 നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്, പുളി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പം നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള പുളിയൊന്നും നീരൊന്നും അതൊന്നും വന്നില്ല. അതുകൊണ്ട് പുളിയൊന്നും അധികം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. സാധാരണ ഞാൻ കറി വയ്ക്കുമ്പോൾ മണമൊക്കെ വരാറുണ്ട്. ഇപ്പം മണമൊന്നും വരുന്നില്ല, എന്താണാവോ. ചേർത്ത കൂട്ട് വല്ലതും മാറിപ്പോയോ? അങ്ങനെ വരാൻ വഴിയില്ല. ഉണ്ടാക്കുന്നത് ഞാനാണല്ലോ. ഞാൻ തന്നെ എന്നെ പറഞ്ഞ പ്രശ്നമല്ലല്ലോ. ഞാൻ തന്നെ വയ്ക്കുന്നു, ഞാൻ തന്നെ കഴിക്കുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇടണം. അതിൻ്റെ ഇടയിൽ കുറച്ച് തുമ്മൽ വന്നു. എന്നെ ആരോ പറയുന്നുണ്ട്. മിക്കവാറും കുറ്റമായിരിക്കും. നമുക്കതിലേക്ക് ചിക്കനും കൂടി ഇടാം കേട്ടോ. പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ, ഒരു പീസ് താഴെ പോയി. നമുക്ക് കളയാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൂടി വെച്ച് ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. സാധാരണ ഇത്ര ഇറച്ചി ഉണ്ടാവാറില്ല. കുറേ നാൾ കൂടിയിട്ട് മേടിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്
അതുകൊണ്ട് അർമാദിക്കാമെന്ന് വിചാരിച്ചു. അതാ പിന്നെ വറുത്ത് വെക്കുന്ന കാരണം കൊണ്ട് നമുക്ക് 2-3 ദിവസമൊക്കെ ആയിട്ട് കഴിക്കാം. ചൂടാക്കി എടുക്കാമല്ലോ. അപ്പോൾ നമുക്കിത് വേവിക്കാം കേട്ടോ. അവസാനം നമ്മളുടെ ചിക്കൻ കറി റെഡിയായി. കണ്ടോ, നന്നായി തിളച്ച് കുറച്ച് നേരം കൂടി കൊണ്ട് വറ്റിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ കറി വെക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറേ നേരമായി ഞാൻ അതിൻ്റെ മുകളിൽ മെനക്കെട്ട് നിൽക്കണം. ഇനി അകമൊക്കെ തുടയ്ക്കണം, എന്നിട്ട് കുളിച്ച് ഫ്രഷായി വരണം. അപ്പോൾ ഓക്കേ, അങ്ങനെ ഫ്രഷായി വന്നു. ഇനി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എന്താണ് ഫുഡ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ കറിക്ക് കൂടെ എന്താ കഴിക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ കോമ്പിനേഷൻ. ഒരു കോമ്പിനേഷൻ ഇല്ലാത്തതാണ് എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയില്ലേ, അതാണ്. ഇത് സ്വീറ്റ് ബന്നാണ് കേട്ടോ. ഞാൻ ചോറ് കഴിക്കുന്നില്ല രാത്രി, അപ്പോൾ സ്വീറ്റ് ബന്നാണ് കഴിക്കുന്നത്. സ്വീറ്റ് ബന്നും ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാവും? എനിക്ക് ഭ്രാന്താണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് മാത്രം. ചെറിയൊരു മധുരം ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും മധുരമില്ല കേട്ടോ. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, നോർമൽ ബൻ തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ മുകളിൽ മറ്റേ ടൂട്ടി ഫ്രൂട്ടി ഇല്ലേ, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേറെ രസം ഉണ്ടാവും. കുറച്ച് എരിവും കുറച്ച് മധുരം കൂടി ആകുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ. ഞാനങ്ങനെയൊക്കെ കഴിക്കും, പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഫുഡ് കഴിക്കണം, അതാണ് അടുത്ത പരിപാടി. പിന്നെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് സൺഡേ ആണ്. സൺഡേ തന്നെ വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഉണ്ടോ, 8:30 ആയിട്ടുണ്ട് സമയം. ഈ സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ രാത്രി 12 മണി ആയാലും ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അത് കാരണം തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വരുന്നത് നാളെ ആയിരിക്കും. അതായത് ഞാൻ എടുക്കുന്നത് ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ് വ്ളോഗ് വരണ്ടാവുക. എൻ്റെ ഫോണിൽ ഭയങ്കര ഹാങ്ങാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ പിടിക്കും. എന്തെങ്കിലും ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഭയങ്കരമായിട്ട് സ്റ്റക്കാണ്. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രാത്രി 12 മണിക്കൊക്കെ ഞാൻ വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ട് ആര് കാണാൻ വേണ്ടിയിട്ടാണ്? പകലേ പോസ്റ്റ് ചെയ്തിട്ട് ആരുമില്ലേ കാണാമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗൈസ്.